രാമുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ, ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണം. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഹല്ലേലൂയ. രക്തസാക്ഷ്യം, യേശുവിൻ്റെ രക്തസാക്ഷ്യം, കാൽവരി രക്തസാക്ഷ്യം. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുപറ്റാതെ ജീവിപ്പാൻ തക്കണം സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. അത്ഭുതവും അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ഇന്നുവരെ പരിപാലിച്ച ദൈവത്തിന് സകല മഹത്വവും തരികയാ. വീണ്ടും ഞങ്ങളെ പോറ്റി പുലർത്തുവാൻ കഴിവുള്ള ദൈവം അവിടുന്നാകയാൽ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് അടിയങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയൊക്കെ ഏൽപ്പിക്കട്ടെ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനത്തെ മാനിക്കണമേ. അവരുടെ പരീക്ഷകളിൽ കൂടെ ഇരിക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ. ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ പഠിക്കുവാനും ദൈവമേ നന്നായി പരീക്ഷ എഴുതുവാനും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, 26-ാം തീയതിയും 28-ാം തീയതിയും നടക്കേണ്ട പരീക്ഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അമൽ മോനെയും അവൻ്റെ കൂട്ടുകാരെയും ഏൽപ്പിക്കുന്നു. നിതിൻ മോനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, ജിജോമനായി പ്രാർത്ഥിക്കുന്നു. നാദർഷായിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരൊക്കെ പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഹന്നാമോളെ ഓർത്ത് പ്രാർത്ഥിക്കും ദൈവമേ. തൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. വലിയ ജയം നൽകി മാനിക്കണമേ. നല്ലൊരു ജോലിയിൽ പ്രവേശിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിജിത്തിനായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ പൈതലിൽ നിന്ന് നല്ലൊരു ജോലി ആവശ്യമാണ് കർത്താവേ. ജോലി ആവശ്യപ്പെട്ട് പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ മക്കളെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം പേരറിയുന്നവനാകിയാൽ പേരുപേരായി തൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് അത്ഭുത വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സനിൽമോനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്കും കർത്താവ് അത്ഭുതമാർന്ന വിധത്തിൽ ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് സ്വർഗം മാനിക്കുവാൻ പോകുന്നതോർത്ത് നന്ദി പറയുക കർത്താവേ. ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടി അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യാൻ മനസ്സില്ലാതെ അലസരായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെ അറിഞ്ഞവർക്ക് ഉപജീവനമാർഗം ഒരുക്കണമേ. അവരുടെ കുടുംബത്തോട് മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലഹരിക്കടിമപ്പെട്ട ജീവിതങ്ങളോട് കരുണ കാണിക്കുമാറാകണം. അവരെ രൂപാന്തരപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, അജേഷിനായി അഭിലേഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവം മനസ്സലിയണം കരുണ കാണിക്കണമേ. ആ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. അമ്പിളിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിജിത്തിനെയും മനുവിനെയും കർത്താവെ സ്തോത്രം. മണിയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തെ അറിഞ്ഞവരുടെ ആവശ്യം അറിഞ്ഞവരുടെ ആഗ്രഹം അറിഞ്ഞ സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മയും അനുഗ്രഹമൊരുക്കി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ.
എൻ്റെ ദൈവമായ കർത്താവേ സ്തോത്രം. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളുടെ വിവാഹം അല്ലേലിയ കർത്താവേ, അവർക്ക് തക്കതായ തുണയെ കൊടുത്ത് നടക്കുവാൻ തക്കടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചാട്ട് കർത്താവേ. ആമേൻ കർത്താവേ. ഹാലലി. ഈ സമയം കർത്താവേ, കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് അനേക കുഞ്ഞുങ്ങളെ വഷളന്മാരായി ഭാവിയെപ്പോലും ചിന്തിക്കാതെ കർത്താവേ, ആമേൻ ഹാലലിയ ഹാലലിയ കർത്താവെ, അകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വ ബോധം അവർക്ക് കൊടുക്കണമേ കർത്താവേ. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മനസ്സ് കൊടുക്കണമേ കർത്താവേ. അവരോട് മനസ്സറിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ സമയം വിദേശ രാജ്യത്ത് PR ലഭിക്കേണ്ട ഒരു ജീവിതമുണ്ട് കർത്താവേ. തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയപ്പാ. നീ അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സം മുടക്കം മാറ്റണമേ കർത്താവേ. സന്തോഷത്തോടായിരിക്കുന്ന സ്ഥാനത്ത് ഹാലലിയ പാർത്തുകൊണ്ട് ദൈവമേ ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ പ്രിയ പൈതലിനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, വീടിനോട് ചേർന്ന ജോലി ലഭിക്കേണ്ട ഒരു മകനുണ്ട് കർത്താവെ. സന്തോഷത്തിൻ്റെ വർത്തമാനം പങ്കുവയ്ക്കുവാൻ ഇടയാക്കണമേ. ഉപജനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കണമേ. അവരുടെ സാമ്പത്തികമായ സകല ബുദ്ധിമുട്ടും തീർത്തു കൊടുക്കണമേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളുണ്ട് കർത്താവെ, തലചായ്ക്കാൻ ഭവനം ഒരുക്കണമേ കർത്താവെ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ടപ്പാ, അതൊന്ന് വിട്ടൊരു ഭവനത്തിൽ പാർക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയാൻ ആരംഭിച്ച മക്കളുണ്ട് കർത്താവെ, ഭവനം പണിത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹാലലുയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവെ. ദൈവമായ കർത്താവെ, നോർമലല്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ. ആമേൻ. ആരോഗ്യത്തിനും സമാധാനത്തിനും ദൈവകൃപയിലും ബുദ്ധിയിലും വളരുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ലവചനായ അപ്പൻ്റെ കാര്യങ്ങളിലെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെയൊക്കെ സ്വർഗം അറിയുന്നതോർത്ത് നന്ദി. എവിടെയായിരുന്നാലും തമ്പുരാൻ്റെ കരുണയുടെ കരം അത് സൗഖ്യത്തിൻ്റെ കരമാകിയാൽ ആ മക്കളുടെ മേൽ നീട്ടുമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരേണ്ട ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ ഭാഗ്യം കൊടുക്കണമേ. ആമേൻ കർത്താവേ. കുടുംബങ്ങളാ കുഞ്ഞുങ്ങളൊക്കെ ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരണം. ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ എൻ്റെ ദൈവം ഇടയാക്കണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. വേണ്ടുന്ന ഓരോ ദിവസവും ഓരോരുത്തർക്കും കൊടുത്ത് പോറ്റി പുലർത്തണമേ കർത്താവ്. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു, കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ. വേണ്ടുന്നതെല്ലാം കർത്താപ്പറ്റം തന്നെ കരുതി ഒരുക്കണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ച ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവരുണ്ട് കർത്താവേ, ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാത്തവരുണ്ട് കർത്താവേ. സമാധാനം നൽകിയവരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കാത്തുകൊള്ളണമേ. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് നല്ല വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും എൻ്റെ അപ്പനാകിയാൽ സൗഖ്യം കാത്തു കിടക്കുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആമേൻ ഹല്ലലി കർത്താവേ. ഹല്ലലി. സൗഖ്യം കാത്ത് പ്രതീക്ഷയോടെ കാത്തു കിടക്കുന്ന ജീവിതങ്ങളുടെ മേൽ അപ്പൻ്റെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യൻ അവിടുന്ന്. എൻ്റെ അപ്പൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും സൗഖ്യം ലഭിക്കും. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ, അലമുറയിട്ട് കരയുന്നവരുണ്ടല്ലപ്പാ, ആശ്വാസപ്രദനെ തൻ്റെ മക്കളെ ആശ്വസിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ചവരെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. ഞങ്ങളുടെ ഭരണകൂടത്തെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഓരോ രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഓരോ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ. വിവേകത്തോടും പ്രാർത്ഥനയോടും എല്ലാം ചെയ്തെടുപ്പാൻ സഹായിക്കണമേ. സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും കൊടുത്ത് സഹായിച്ചാട്ട് പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.